ഏവർക്കും സ്വാഗതം. ജനുവരി 22 ബുധനാഴ്ച സൂര്യനും ചന്ദ്രനും സംയോജിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫലമായി ചില രാശിയിൽ ജനിച്ചവർക്ക് അവരുടെ ജീവിതം തന്നെ മാറി മറിയുന്ന തരത്തിലുള്ള അല്പം പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വരും. അനുകൂലവും ഭാഗ്യദായകവുമായ കാര്യങ്ങൾ പറയുന്നതിനോടൊപ്പം തന്നെ പ്രതികൂലമായ കാര്യങ്ങളെക്കുറിച്ചും പറയേണ്ടത് അത്യാവശ്യമാണ്. കാരണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ നല്ലതായാലും മനസ്സിലാക്കേണ്ടതാണ്. മോശം കാര്യങ്ങളാണെങ്കിൽ അവ വരാതെ അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾ നമ്മളിലേക്ക് എത്തപ്പെടാതിരിക്കാനും നമ്മളാൽ ചില കരുതലുകൾ എടുക്കുവാൻ സാധിക്കും. അതുകൊണ്ടാണ് സൂര്യ ചന്ദ്ര സംയോഗം നിമിത്തം പലപ്പോഴും സ്വന്തം മനസ്സിൻ്റെ നിയന്ത്രണം തന്നെ നിങ്ങൾക്ക് നഷ്ടമായെന്ന് വന്നേക്കാവുന്ന തരത്തിലേക്ക്, എന്ന് വെച്ചാൽ അല്പം ദേഷ്യമോ എടുത്തുചാട്ടമോ ഒക്കെ വന്നേക്കാം. അല്ലെങ്കിൽ അല്പം വിഷമകരമായ ഘട്ടങ്ങളിലൊക്കെ വരുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മൾ മുന്നും പിന്നും നോക്കാതെ എടുത്തു ചാടിയെന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന ഒരു ദോഷമെന്ന് വേണമെങ്കിലും അല്ലെങ്കിൽ എത്തിക്കുന്ന ഒരു രീതിയിലേക്ക് കൂടി ഈ ഒരു സംയോഗം നിമിത്തം ചില രാശിക്കാർക്ക് എത്തപ്പെടുന്നുണ്ട്. 12 രാശിക്കാരിലും ഇതൊക്കെ ബാധിക്കുമെങ്കിൽ പോലും ചില രാശിക്കാർക്ക് മാത്രമാണിത് പൂർണ്ണമായി അല്പം പ്രതികൂല ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വരുന്നത്. ചില തെറ്റായ പ്രവൃത്തികൾ ചെയ്യാൻ തോന്നും, ചില സാഹസിക പ്രവൃത്തികൾ. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട്, ബൈക്ക് ഓടിക്കുമ്പോഴാകട്ടെ അല്പം വേഗത എടുത്താലോ എന്ന് തോന്നാം. അല്ലെങ്കിൽ കാർ ഓടിക്കുന്ന വേളയിലാണെങ്കിലും അല്പം നമ്മളെ കൊണ്ട് സാധിക്കും, എനിക്ക് അത് പറ്റും എന്ന ചില ആത്മവിശ്വാസം അനാവശ്യമായ രീതിയിലേക്ക് ഈ ഒരു വേളകളിൽ എത്തപ്പെട്ടേക്കും. കാരണം അല്പം ദുർഘടകമായ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടതായി വരുന്ന ഒരു അവസ്ഥ കൂടിയാണ് ഇവിടെ സംജാതമാക്കുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ്. അതുകൊണ്ട് തന്നെ കരുതിയിരിക്കേണ്ടതായ 3 രാശിക്കാരായ നക്ഷത്രക്കാരുണ്ട്. അപ്പോൾ ഈ 3 രാശിയിൽ വരുന്ന ആ 9 നക്ഷത്രക്കാരായ ആളുകൾ അല്പം കരുതൽ ഈ ഒരു ജനുവരി 22 ദിവസം മുതൽ മനസ്സിൽ വെക്കേണ്ടതാണ്. കാരണം എന്തെങ്കിലും ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെ ആ ഒരു കരുതൽ കൂടി നിങ്ങൾ വെച്ചു പുലർത്തേണ്ടതും അത്യാവശ്യമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ആ നക്ഷത്രക്കാർ ആരൊക്കെയെന്നും അവരെങ്ങനെയൊക്കെയാണ് കരുതലുകൾ വെക്കേണ്ടതെന്നും ഇതിനെക്കുറിച്ചുമൊക്കെ പറഞ്ഞു തരാം. ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക എന്നൊന്നും മറക്കണ്ട. നമുക്ക് നോക്കാം. ജനുവരി 22 ബുധനാഴ്ച സൂര്യനും ചന്ദ്രനും അർദ്ധരാത്രിയിൽ ഈ ഗ്രഹങ്ങളുടെ സംയോഗം നിമിത്തം അല്പം വിപരീത ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതായ ആ 3 രാശിക്കാർ ആരൊക്കെയെന്ന്. ഇവിടെ ഇങ്ങനെ ദോഷം വരാനുള്ള ഒരു കാരണം അല്ലെങ്കിൽ പ്രതികൂല ഫലങ്ങൾ വരാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ ഈ 2 ഗ്രഹങ്ങളുടെയും ഊർജ്ജങ്ങൾ തമ്മിൽ ചേരാത്തവയാണ് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും. ഈ ഊർജ്ജങ്ങൾ തമ്മിൽ ചേരാത്തത് കൊണ്ടാണ് ഇവയുടെ ഈ സംയോഗം നിമിത്തം ഉണ്ടാകുന്ന പ്രതികൂല ഫലങ്ങൾ ചില രാശിക്കാരായ ആളുകൾക്ക് അനുഭവിക്കേണ്ടതായി വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വേള വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അതിൽ ആദ്യത്തെ രാശി മിഥുനം രാശിയാണ്. മകയിരം 2ാം പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ 1/4 ഭാഗം വരുന്ന നക്ഷത്രക്കാരൻ. ഏത് പ്രവൃത്തിയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാലും 22ാം തീയതി മുതലുള്ള ഒരു സമയം അല്പം ബുദ്ധിമുട്ടുകൾ വന്നു ഭവിച്ചേക്കാം. എന്നും നല്ല സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അന്നേ ദിവസം മുതൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഡെയിലി ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് എന്ന് പറയുന്ന ചില പ്രവൃത്തി കാര്യങ്ങളിൽ പോലും അല്പം ബുദ്ധിമുട്ടുകൾ, അതായത് നമ്മൾക്ക് അത് സ്മൂത്തായി കൊണ്ടുപോകാൻ പറ്റാത്ത ഒരവസ്ഥയൊക്കെ വന്നേക്കാം. മാനസികമായി അല്പം സന്തോഷക്കുറവ്, എന്ത് ജോലി ചെയ്താലും അല്ലെങ്കിൽ ഇഷ്ടമുള്ള ചില ആളുകൾക്ക് പാട്ട് കേൾക്കുന്നത്, ഡാൻസ് കളിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ ഇഷ്ടമുള്ളതാണ്. പക്ഷേ ഈ ഒരു സമയത്ത് നമ്മൾക്ക് ഈ ഇഷ്ടമുള്ള കാര്യങ്ങളോട് പോലും ചിലപ്പോൾ വെറുപ്പുണ്ടാകാനും അല്ലെങ്കിൽ മനസ്സിനൊരു സന്തോഷമില്ലായ്മ, എന്ത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും സന്തോഷമില്ലായ്മ, അതേപോലെ തന്നെ ഉറങ്ങുമ്പോഴും ഒരു സമാധാനക്കുറവ്, ശാന്തമായി ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ, ഇതൊക്കെയും സംജാതമായേക്കാം. അതോടൊപ്പം തന്നെ ജോലി സ്ഥലത്ത്, കർമ്മ മേഖലാ സ്ഥലത്ത് അല്പം ബുദ്ധിമുട്ടുകൾ, അതായത് നമ്മളുടെ കൂടെ ഇന്നലെ വരെ തോളെ കൈയിട്ട് നടന്ന ആളുകൾ പോലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കളിയാക്കൽ പറയുകയോ അല്ലെങ്കിൽ കുത്തുവാക്കുകളൊക്കെ പറയുകയോ അത് കേൾക്കുകയും അതിന് തിരിച്ച് മറുപടി പറയേണ്ടതായ അവസ്ഥകളൊക്കെയും ചിലപ്പോൾ സംജാതമായേക്കാം. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക. കർമ്മമേഖലയിൽ മറ്റുള്ളവരുമായി വാഗ്വാദങ്ങൾക്ക് പോകാതിരിക്കുക. നിങ്ങളുടെ ബോധത്തിലുള്ളത്, അതായത് 22ാം തീയതി അല്പം ബുദ്ധിമുട്ടുള്ള സമയത്തിലൂടെയാണ് പിന്നെ നമ്മൾ കടന്നു പോകുന്നത്. ഇതൊരു ബോധം നിങ്ങൾ മനസ്സിൽ വെക്കുമ്പോൾ തന്നെ നിങ്ങൾ കഴിവതും വാക്ക് തർക്കങ്ങളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അല്പം പ്രശ്നങ്ങൾ നടക്കുന്ന എടുത്ത് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനോ ഒന്നും മുതിരാതിരിക്കുക. മേലധികാരിയുമായി ഒരു വിധത്തിലുമുള്ള വാക്കേറ്റത്തിന് സംസാരത്തിന് പോകാതിരിക്കും. മേലധികാരി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റ് കണ്ടുപിടിച്ച് നമ്മൾക്ക് നേരെ വരികയാണെങ്കിൽ അത് സാരമില്ലാതെ എൻ്റെ ഇപ്പോൾ ഒരു മോശം സമയമാണ് എന്നൊരു ധാരണ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം അതിനെ നമ്മൾ സമീപിക്കുക. അല്ലെങ്കിൽ അതിന് അദ്ദേഹം പറയുന്ന വാക്കിന് അതേപോലെ തന്നെ തിരിച്ചുള്ള മറുപടി ഒന്നും കൊടുത്താൽ അത് പിന്നെ നമ്മൾക്ക് തന്നെ മേലെ ദോഷമായി ഭവിക്കാനുള്ളൊരു സാധ്യത കൂടി ഈ ഒരു വേളയിൽ ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം ഏറ്റവും അറിയേണ്ടത്, ഈ ഒരു സമയത്ത് പണം കടം കൊടുക്കുവാനോ
അതുപോലെ തന്നെ ധനം മറ്റൊരാളുടെ കയ്യിൽ നിന്ന് കടമായി നമ്മൾ വാങ്ങുവാനോ പാടുള്ളതല്ല. വാങ്ങുകയാണെങ്കിൽ തിരിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടായി വന്നേക്കാം. ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അയാളിൽ നിന്ന് കിട്ടാനുള്ള ബുദ്ധിമുട്ടും ഭാവിയിൽ വന്നേക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയങ്ങളിൽ വളരെയധികം ശ്രദ്ധ മിഥുനം രാശിക്കാരായ ആളുകൾ പുലർത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. രണ്ടാമത്തെ രാശി കന്യയാണ്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിരയുടെ ആദ്യ പകുതി വരുന്ന നക്ഷത്രങ്ങളാണ് കന്നി രാശിയിൽ വരുന്നത്. കഠിനമായിട്ടുള്ള ജോലികളൊന്ന് കുറയ്ക്കുക. അതായത് വലിയ ഭാരമെടുക്കുന്നോ അല്ലെങ്കിൽ കഠിനമായി ഭയങ്കരമായി, അതായത് 8 മണിക്കൂർ ജോലി എന്ന് പറയുമ്പോൾ ചില ആളുകൾ 10 മണിക്കൂർ മരിച്ചു കിടന്ന് പണിയുന്നെന്ന് പറയാറില്ലേ. അപ്പോൾ ഈ ഒരു വേള 22-ാം തീയതി മുതലുള്ള ഒരു സമയത്ത് കഠിനമായ ജോലികൾക്കൊന്നും അല്പം മുതിരാതിരിക്കുക. അവനവൻ്റെ ശാരീരിക അല്ലെങ്കിൽ ശരീരത്തെ നമ്മൾ കെയർ ചെയ്യാൻ കൂടി ഒന്ന് ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. ശാരീരിക ക്ഷീണമൊക്കെ അനുഭവപ്പെട്ടേക്കാം, വിഷമിക്കേണ്ട കാര്യമില്ല. ഈ ഒരു അവസ്ഥ മാറുന്നതാണ്. അല്ലെങ്കിൽ എനിക്ക് വലിയ അസുഖങ്ങളാണോ ബുദ്ധിമുട്ടാണോ എന്നൊക്കെയുള്ള ചില ടെൻഷനിലേക്ക് ഒന്നും പോകണ്ട. ഈ 2 ഗ്രഹങ്ങളുടെ ഈ സംയോഗം നിമിത്തം ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ട്, കാരണം 2 ഗ്രഹങ്ങളുടെ ഈ ഊർജ്ജങ്ങൾ തമ്മിൽ ചേരാത്ത 2 ഉഗ്രരൂപികൾ എന്ന് പറയുന്നത് പോലെ 2 ഉഗ്രശാലികളായ 2 ഗ്രഹങ്ങളുടെ ഇവർ തമ്മിലുള്ള ഊർജ്ജം തമ്മിൽ ചേരാതെ, ഞാൻ പറയാറില്ല 2 ഇഷ്ടമില്ലാത്ത ആളുകൾ ചേരുമ്പോൾ കലഹമാണെന്ന് എന്ന് പറയുന്നത് പോലെ തന്നെയുള്ളൂ ഇവിടെ. അപ്പോൾ ഈ ഊർജ്ജങ്ങൾ തമ്മിൽ ചേരാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രഭാവം വന്ന് പതിക്കുന്നത് 12 രാശിക്കാരിലും ഒരേപോലെ വരുന്നുണ്ട് എങ്കിൽ പോലും ചില രാശിക്കാർക്കായിരിക്കും ഇത് ദോഷമായൊരു ദൃഷ്ടി അല്ലെങ്കിൽ വശത്തിലൂടെ കടന്നു പോകുന്നത്. അതിൽ 3 രാശിക്കാർ ഇവർ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ രാശിക്കാർക്കും അത് ഗുണകരമായ ഭാവത്തെ തന്നെയാണ് പ്രദാനം ചെയ്യുന്നതും. അല്പം കുടുംബ പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ എപ്പോഴും വീട്ടിൽ നല്ല ശാന്തമായി സംസാരിക്കുന്ന ആളാണ്, കുട്ടികളോടൊക്കെ വളരെ മിതത്വം പാലിക്കുന്ന ആളാണ്, സ്നേഹസമ്പന്നനായ ആളാണെങ്കിൽ പോലും ചില സമയത്ത് കൊച്ചുങ്ങളുടെ അടുത്ത് പോലും തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ചില ദേഷ്യങ്ങളൊക്കെ നമ്മൾ കാണിക്കാം. അത് മുഖേന കുട്ടികൾക്ക് നമ്മളോട് ദേഷ്യമാകും. അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകളല്ലേ എല്ലാ വീടുകളിലും വരുന്നതായിട്ടുള്ള കോമൺ ആയിട്ടുള്ള കാര്യം. എങ്കിൽ പോലും ചിലപ്പോൾ കുട്ടികളോട് നമ്മൾ രക്ഷിതാക്കൾ അങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ അവർക്ക് ചിലപ്പോൾ അത് വിഷമത്തിനും അത് പിന്നെ അങ്ങോട്ട് അവർ നമ്മളോടത്ത് വരാതിരിക്കുക അല്ലെങ്കിൽ പിണക്കത്തിന് അവരെ വിഷമിപ്പിച്ചല്ലോ എന്നൊരു വിഷമം നമ്മുടെ മനസ്സിലേക്കും വരാനുള്ളൊരു സാധ്യത. കാരണം ഈ ഒരു വേളയിൽ 2 ഗ്രഹങ്ങൾ, അതായത് ഉഗ്രരൂപികളായ ഒരിക്കലും യോജിക്കാൻ പാടില്ലാത്ത 2 ഗ്രഹങ്ങൾ ഇവിടെ യോജിക്കപ്പെടുകയും അതിൻ്റെ പ്രഭാവം എന്നോണം ഉണ്ടാകുന്ന ഈ ഒരു മാറ്റമാണ്. ഇതിനെ മാറ്റമെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് മുഖേന ഉണ്ടാകുന്ന ചില പ്രതികൂല സാഹചര്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടതായി വന്നേക്കാം. തെറ്റിദ്ധാരണാ വിഷയങ്ങൾ, അതായത് നമ്മൾ ചില ആളുകളുമായി കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഇന്നലെ വരെ നല്ല രീതിയിൽ നല്ല സൗഹൃദത്തിൽ പോയവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളാൽ തെറ്റിദ്ധാരണകളൊക്കെ വരാനുള്ളൊരു സാധ്യതയും അതുവഴി കലഹിക്കാനുള്ളൊരു സാധ്യതയും ഒക്കെ ഇവിടെ സംജാതമാകുകയും അല്പം പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ തരണം ചെയ്യേണ്ടതായൊക്കെ വന്നേക്കാം. അപ്പോൾ ഇത് പറയുന്നത് ടെൻഷൻ അടുപ്പിക്കാനോ വിഷമിപ്പിക്കാനോ വേണ്ടിയല്ല, നമ്മൾ അറിയുക. ഇത് ഇപ്പം ഞാൻ പറയാം, നമ്മളൊരു റോഡിലേക്ക് പോവുകയാണ്, മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്കറിയാം അവിടെ ഈ കുറച്ച് 2 മീറ്റർ കൂടെ ചെന്നാൽ അല്ലെങ്കിൽ 2 കിലോമീറ്റർ കഴിഞ്ഞാൽ അവിടെ ആ റോഡ് അവിടെ ക്ലോസ് ആവുക എന്നറിയുകയാണെങ്കിൽ നമ്മൾ പിന്നെ ആ വഴിയിൽ പോകില്ലല്ലോ. അങ്ങോട്ട് മുന്നോട്ട് എനിക്ക് പോകാൻ പാതയില്ല എന്നൊരു ബോധം നമ്മുടെ മനസ്സിൽ വരികയില്ലേ. എന്ന് പറഞ്ഞതുപോലെ തന്നെ 22-ാം തീയതി മുതൽ ഈ 2 ഗ്രഹങ്ങളുടെ ഒരു മാറ്റം എനിക്ക് അല്പം നെഗറ്റീവായിട്ടുള്ള രീതിയിലാണ് എനിക്ക് ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്നിൽ അത് ബാധിക്കുന്നത് എന്നൊരു ബോധം നിങ്ങളുടെ മനസ്സിൽ വെച്ചാൽ മാത്രം മതി. അതുകൊണ്ട് തന്നെ അനാവശ്യമായ സംസാരങ്ങൾക്കോ അതിൽ നമ്മുടെ കർമ്മ മേഖലയിലോ അല്ലെങ്കിൽ കുടുംബത്തിൽ തന്നെ എന്തെങ്കിലുമൊക്കെ കൊച്ചുങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ദേഷ്യകരമായ സംഭവങ്ങൾ ഉണ്ടായാൽ അതിനെയൊക്കെ ഒരു ടേക്ക് ഇറ്റ് ഈസി എന്ന രീതിയിൽ എടുക്കാനുള്ള ഒരു മനസ്സുകൂടി നിങ്ങൾ ഈ ഒരു സമയത്ത് ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. 3ാമത്തെ രാശി മകരമാണ്. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം വരുന്ന നക്ഷത്രക്കാർ ക്ഷമയും അച്ചടക്കവുമാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും നല്ല മരുന്നെന്ന് പറയുന്നത്. അതായത് ഏത് കാര്യം വരുമ്പോഴും എടുത്തു ചാടി പ്രവർത്തിക്കാതിരിക്കും. എടുത്തു ചാടി പ്രവർത്തിക്കുന്നത് പിന്നീട് നമ്മുടെ നല്ല സമയം വരുമ്പോൾ പിന്നെ ഖേദിക്കാനിട വരും. അതുകൊണ്ടാണ് പറയുന്നത് അച്ചടക്കം, ക്ഷമ. ഇത് നമ്മളൊരു ഈ ഒരു കുറച്ച് സമയത്തേക്ക് നമ്മൾക്ക് വളരെ അത്യാവശ്യമാണ്. സ്ഥാനക്കയറ്റത്തിന് പോലും ചിലപ്പോൾ തടസ്സം നേരിട്ടേക്കാം. അതായത് ഇപ്പോൾ നമ്മൾ പ്രൊമോഷൻ്റെ സമയത്തോട് അടുക്കുന്ന വേളയൊക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു അച്ചടക്ക ലംഘനം കാണിക്കുകയാണെങ്കിൽ അതുവഴി നമ്മളുടെ പ്രൊമോഷനെയൊക്കെ ബാധിക്കാനുള്ളൊരു സാധ്യത കൂടി ഉള്ളതിനാൽ മകരം രാശിക്കാരായ ആളുകൾ ശ്രദ്ധിക്കുക. ബിസിനസ്സിൽ അല്പം നഷ്ടങ്ങളൊക്കെ വന്നേക്കാം. ഇപ്പോൾ സ്മൂത്തായി കൊണ്ടുപോയിക്കുന്നതാണെങ്കിൽ 22-ാം തീയതി അർദ്ധരാത്രി മുതൽ ഈ 2 ഗ്രഹങ്ങളുടെ സംയോഗം നിമിത്തം ഉണ്ടാകുന്ന ചില പ്രഭാവം നമ്മൾക്ക് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് അല്പം ബുദ്ധിമുട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിൽ പോലും നിങ്ങൾ അതിന് ബിസിനസ്സാണ്, ലാഭം നഷ്ടം ഏതും എപ്പോഴും സംഭവിച്ചേക്കാം. നമ്മുടെ കയ്യിലല്ല ഇതൊക്കെ. നമ്മുടെ കയ്യിലല്ല എന്നല്ല, 50% നമ്മുടെ കയ്യിലും, ബാക്കി എല്ലാം ഭഗവാന് വിട്ട് നൽകുക, പ്രാർത്ഥന കൂടെ കൊണ്ടു നടക്കുക. പ്രാർത്ഥനയുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാനായി സാധിക്കുന്നതാണ്. തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനായി ചിലപ്പോൾ മനസ്സ് പ്രേരിപ്പിക്കും. ഇപ്പോൾ ഒരു കാര്യം വേണ്ട ഇത് ഇന്ന് തന്നെ അങ്ങ് ചെയ്തേക്കാം, അതായത് നാളെ ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ കുറച്ചുകൂടി നമ്മൾക്ക്
പ്രോഫിറ്റുകൾ ഉണ്ടാകുന്നത് എന്നൊരു ബോധം നമ്മളുടെ മനസ്സിലുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നമ്മളെ തെറ്റായ രീതിയിലേക്കൊക്കെ ഈ ഒരു സമയം, അതായത് 22-ാം തീയതി മുതലുള്ള ഒരു മാറ്റം കൊണ്ടു ചെന്ന് നയിച്ചേക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു ബോധം വെച്ചേക്കുക, മനസ്സിൻ്റെ ഒരു കോണിൽ വെക്കുക. 22-ാം തീയതി മുതൽ അല്പം ബുദ്ധിമുട്ടുകൾ വന്ന് ഭവിക്കുക. അതുകൊണ്ട് എടുത്ത് ചാടി തീരുമാനങ്ങൾ ഞാൻ എടുക്കാൻ പാടില്ല എന്നൊരു ബോധം മനസ്സിൽ വെച്ചാൽ മതി. അല്ല ടെൻഷനാവേണ്ട യാതൊരു കാര്യങ്ങളുമില്ല. സമ്മർദ്ദങ്ങൾ അല്പങ്ങൾ ഉണ്ടാകാം. വളരെയധികം ശ്രദ്ധയോട് പോകണം എന്നതിന് വേണ്ടി ഒരു മുന്നോടിയായി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ 22-ാം തീയതി സൂര്യനും ചന്ദ്രനും ഇങ്ങനെ ഒരു രാശിയിലേക്ക് എത്തുന്നതിൻ്റെ ഫലമായി ഇവരുടെ ഈ ഊർജ്ജങ്ങൾ തമ്മിൽ ചേരാതെ വരുമ്പോഴുണ്ടാകുന്ന ആ നെഗറ്റീവ് പ്രഭാവം ഈ 3 രാശിക്കാരിൽ അല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട നക്ഷത്രക്കാരും രാശിക്കാരായ ആളുകൾ ഇവരൊക്കെയാണ്.